കയ്യെന്നിട്ട് പുറത്തിടല്ലെന്ന് ഉണ്ണിട്ടെത്തി പതുക്കെ 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 വാ പതുക്കെ ഇറങ്ങ മോനെ ഞാൻ മരിച്ചുകൂടാ. മരിച്ചൊന്നും പോവില്ല ഉണ്ണിയേട്ടാ. അതാ മരിച്ചാല് കുറി വെക്കാനുള്ള പൈസ ഉണ്ട്, കിട്ടാനുള്ള പൈസ ഉണ്ട്, വെക്കാനുള്ള പോട്ട് കിട്ടാൻ 2000 ഉണ്ട് സജീഷിന്റെ അടുത്ത്. അത് നീ മേടിച്ച് കൊണ്ടുതരണം. നിങ്ങൾക്ക് കിട്ടേണ്ട പൈസ ഞാൻ മേടിച്ചു തരാം. പക്ഷെ എനിക്ക് കിട്ടുന്ന പൈസ ആരും ഞാൻ മരിച്ചു വന്ന് എനിക്ക് എന്തിനാണ് തരുന്നത്? മരിച്ചൊന്നും പോലെ മൊയ്തു ഡോക്ടർ ഉണ്ട്, അല്ലെ പൊളി ഡോക്ടറാ. മൊയ്തു ഡോക്ടർ പൊളിക്കോ? നന്നായി പറഞ്ഞേ. എന്തിന്? അത് നിങ്ങളെ പൊളിക്കുന്നില്ല, അസുഖം പൊളിച്ചു മാറ്റുമെന്ന്. പോവാം. തടി മൊത്തം പറക്കുന്നു ഒരു കൂടി. അതെ നമുക്ക് ഡോക്ടറെ മാറുമ്പോ പതുക്കെ പതുക്കെ കൈ പതുക്കെ പതുക്കെ. ഇവിടെ വേണ്ടെങ്കിൽ ഇല്ല. ഇവിടെയോ? ഇല്ല. ഇവിടെ ഉണ്ടോ? ഉണ്ട്. ഇവിടെ ഉണ്ട് അല്ലേ? ആ ഇവിടെ ഉണ്ടേക്കോ എപ്പാ അവിടെ ഇരിക്കി. ഡേ ഈ നേരത്തെ എന്നോട് പറഞ്ഞില്ലേ തിന്ന കാര്യങ്ങളൊക്കെ. മിഞ്ഞാന്ന് ഈ അൽഫാം കഴിച്ച്, ഇന്നലെ കുയ്മന്തി കഴിച്ച്, ഇന്ന് ബീഫ് കഴിച്ച് അല്ലേ? ഇതൊക്കെ പുറത്തേക്ക് പോണ്ടേ? വയറ്റിന്ന് പോകുന്നില്ല എന്നല്ല ഇപ്പൊ പറഞ്ഞേ. അല്ലാണ്ട് വാരി വലിച്ച് മാംസങ്ങൾ മാത്രം ഇടക്കിടക്കൊക്കെ പച്ചക്കറിയൊക്കെ തിന്നുക, വെള്ളം നന്നായിട്ട് കുടിക്കുക കേട്ടോ. അല്ലാണ്ട് വേറെ മരുന്നൊന്നും വേണ്ട. എന്നാ പോയിക്കോ. ഇനിയിപ്പോ മരുന്ന് എന്തെങ്കിലും കൊടുക്കണമെങ്കിൽ ഇവിടെ ഉണ്ടോ? എന്ത് മരുന്നാണുള്ളത് ഇവിടെ? അടുത്താള് പറ്റേ വരൂ. ഡോക്ടറെ ഇരുത്തോളെ. അതെ എനിക്ക് മതി മതി. ഇനി തുമ്മണ്ട, ഇനി തുമ്മണ്ട. അല്ല കൃഷ്ണനായിട്ട് തുമ്പടല്ല. അല്ല മനസ്സിലായി. അല്ലാണ്ട് വരാണ്. ഇത് വാങ്ങി കഴിച്ചാ മതി. എന്തത്? അവിലാണ് അവിലാണ്. അവരും വളരെ ദുഃഖമുണ്ടേ. പിന്നെ അസുഖത്തിനുള്ള ഒന്നാമത് ഞാൻ എന്റെ കാര്യങ്ങൾ പറയട്ടെ, എന്നിട്ടല്ലേ എഴുതുക. അതല്ല കാര്യങ്ങളേക്ക് മനസ്സിലായി. തുമ്മലല്ലേ? അവിൽ 25 ആണ്, ഇത് കഴിച്ചാ മതി. അതല്ല ഡോക്ടറെ, ഞാൻ കാര്യങ്ങൾ ഞങ്ങളോട് പറയട്ടെ. എന്നാ പറയും. എന്റെ മോൻ ഇന്നലെ ഗൾഫിൽ നിന്ന് വന്ന്. അതെ നിങ്ങളെ കുടുംബകഥ ഇവിടെ പറയാൻ സമയമില്ല. ഇവിടെ ഇഷ്ടം പോലെ പേഷ്യൻസ് കാത്തിക്കുക. അല്ല നീ പറയണ നിർബന്ധമാണെങ്കിൽ വൈകുന്നേരം 3 മണിക്ക് ശേഷം എന്റെ ക്ലിനിക്കിൽ വന്നാ മതി. സാറേ അത് കേക്കണത് നിങ്ങക്ക് നല്ലതാ. അതാ ഞാൻ പറയണേ. വേഗം ആയിക്കോട്ടെ. എന്നാലും അതായത് എന്റെ മോൻ ഇന്നലെ മങ്കിപ്പനി ആയിട്ടാണ് ഗൾഫിൽ നിന്ന് വന്നേക്കണേ. ഞാൻ ആ കാര്യം പറഞ്ഞു തന്നായില്ലേ? അതേമാതിരിക്ക് ഇന്റെ അയൽപക്കത്തുള്ള നാരായണന് എലിപ്പറ്റിയാണ്. അവരായിട്ട് ഞാൻ ഇന്നലെ കുറച്ചേരം സംസാരിച്ചതാ. അപ്പൊ എനിക്കിപ്പോ ഈ തുമ്മലിന്റെ കാര്യം മങ്കിപ്പനിയാണോ എലിപ്പനിയാണോ എന്നുള്ളത് നിങ്ങൾ പരിശോധിച്ചിട്ട് അതിനുള്ള മരുന്നാണ് ഇപ്പൊ തരണ്ടേ. ഞാനേ അതായത് ഇതിപ്പോ എലിപ്പനി അതങ്ങോട്ട് പോയി. അത് പോയി. ഇതിന് ഡോക്സിസൈക്ലിൻ ആണ് കഴിക്കണ്ടേ. സൈക്കിളും സ്കൂട്ടറും നിൽക്കുക എന്താ നിങ്ങള് ഇതിനുള്ളൊരു മരുന്ന് തരി. അതെ ഇത് സൈക്കിൾ സ്കൂട്ടർ ഒന്നല്ല, ഇത് ഈ മരുന്നിന്റെ പേരാണ് ഡോക്സിസൈക്ലിൻ. അതുണ്ട് റബ്ബേ, ഡോക്ടർ ആവാൻ നന്നായി. അല്ല ഈ ജാതി പേരൊക്കെ പറയാൻ നിൽക്കട്ടെ. നിങ്ങൾ എന്താ വേണ്ടതെന്ന് വെച്ചാല് ഇവിടെ ലാബ് ഉണ്ട്, ഇവിടെ അങ്ങോട്ട് പോയ വലത്ത് ഭാഗത്ത്. ആ ലാബിൽ പോയിട്ട് നിങ്ങളെ ബ്ലഡ് കൊടുക്കുക, ടെസ്റ്റ് ചെയ്തോട്ടെ. അതുപോലെ മൂത്രം കൊടുത്തോളി. എന്തിനാ കൊടുക്കുന്നത്? മൂത്രത്തിൽ എന്തെങ്കിലും തരാറുണ്ടെങ്കിലേ കളർ വ്യത്യാസം ഉണ്ടെങ്കിലോ ഉണ്ടോ? അപ്പൊ അതും കൊടുക്കി. എന്നിട്ട് അതിന്റെ രണ്ടിന്റെ റിസൾട്ട് ഒന്ന് കിട്ടട്ടെ. എന്നിട്ട് നിങ്ങൾ പറ്റെങ്കിൽ നിങ്ങളൊന്ന് മെഡിക്കൽ കോളേജിൽ പോകണം. നല്ലതാ. എന്താ ഇവിടെ ഉള്ളവരൊന്നും പഠിക്കാത്ത ഡോക്ടർമാരാ? അല്ല പഠിക്കേറ്റല്ല, അവിടെ തൽക്കാലം ഞാൻ പനിക്കുള്ള മരുന്ന് എഴുതുന്നുണ്ട്. ആയിക്കോട്ടെ. ഇതാ ഫാർമസി പോയിട്ട് മേടിച്ചോളി. അത് ശരി. പോണ ബൈക്ക് എവിടെയെങ്കിലും ഒരു ടവൽ അല്ലെങ്കിൽ ഒരു മാസ്കറ്റ് ഒക്കെ മേടിച്ചിട്ടേ അങ്ങനെ വെച്ചോളി. ഇല്ലേ പകരും. അതാണേ അത് വരത് പൊത്തി പിടിക്കാലോ. എന്താ ശരി. ശരി. അത് പോയി. നന്നായി. വേഗം എണീറ്റോളി. ശരി. തോന്നാത്തപ്പോഴാ തുമ്പണേ.
കഷ്ടമാണ് റബ്ബേ. നാട്ടുകാർക്ക് മുയിമം പറിച്ചിട്ടേ മൂപ്പര് പോവുള്ളൂ. എനിക്കിനിപ്പോ നാളെ മങ്കിയാണോ എലിപ്പനിയാണോ വരുന്നത് പഠിച്ചോൻ കണ്ട്. ഞാൻ ആ സമയത്ത് എത്തിക്കണം. അവിടെ നൈറ്റ് ഇറക്കണ്ടാണ്. ദൈവ സമയം പറയട്ടാ. അസിത്രോമൈസിൻ. അയ്യോ അത് തീർന്നു പോയല്ലോ. പിന്നെ ഇവിടെ പോകുന്ന വെച്ചാ വേറെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിയാ മതി. ഇവിടെ അടുത്തുണ്ടോ? ഈ മരുന്ന് ഇവിടെ ഇല്ല. അയ്യോ ഒരു മിനിറ്റ് ട്ടാ. ഈ മരുന്ന് ഇവിടെ ഇല്ല. ഇവിടെ ഉണ്ട്. ഹാവ് അവിടെ ഒരു മെഡിക്കൽ ഷോപ്പ് ഉണ്ട്. അവിടുന്ന് വാങ്ങിക്കോ. അപ്പൊ അവിടെ ഇല്ലെങ്കിൽ ഒറ്റയ്ക്കാണോ വന്നേ? അല്ല, ഒരാൾ പുറത്തുണ്ട്. പുറത്തുണ്ടോ? അന്ന് അയാളോട് പറഞ്ഞാൽ മതി, അയാൾ മേടിച്ചു തരും. ചെല്ല്. നടക്കാൻ വയ്യ. അതെ 5 മണിയാകുമ്പോ ഞാൻ എത്തിക്കോളാം കേട്ടോ. ശരി ശരി ശരി. ഫോണിൽ വിളിച്ച് ചോദിക്ക. അയ്യോ ഇത് തീർന്നു പോയി. ഇവിടെ ഇല്ല കേട്ടോ. പുറത്തുനിന്ന് ഇല്ലാന്ന്. ഇവിടെ മരുന്ന് മേടിക്കുമ്പോ എന്നോട് തിരക്കാണ്. ഈ സമയത്ത് നല്ല തിരക്കാണ്. വിളിച്ചു പറയുന്നുണ്ട് ഇവിടുന്ന്. നിഷ മോളാരാ? എന്റെ കൊച്ചുമോള. മോളാണോ? ഭാര്യയും കൊച്ചുമോളും. ഇത് പിള്ളേരുടെ മരുന്നല്ലേ? ഇത് ഇവിടെ ഇല്ല. പിന്നെ ഏത് മരുന്ന് ഇവിടെ ഇല്ലേ? എല്ലാരും പറഞ്ഞു ഇല്ല ഇല്ല. ഇവിടെ ഇല്ല. പിന്നെന്നാ ഇവിടെ ഇല്ലേ? ഞാൻ പറയാം ഞാൻ ഇറങ്ങുമ്പോ പറയാം. പിന്നെ ഏത് മരുന്ന് ഇവിടെ ഇല്ലാത്ത മരുന്ന് എങ്ങനെ തരാൻ പറ്റും? ഇന്ന് സർക്കാർ ആശുപത്രി പറഞ്ഞിട്ട് ഇവിടെ ബോർഡും വെച്ചിരിക്കുന്നത്. ചേട്ടാ ഇവിടെ പ്രസംഗിക്കാനൊന്നും പറ്റില്ല. ഇത് ഗവൺമെന്റ് സ്ഥാപനം. വരട്ടെ. സുഖമില്ലാത്ത ആൾക്കാർ ഇങ്ങനെ നിക്കാണ് വരിയില്. അപ്പൊ വർത്താനം പറഞ്ഞ് നിക്കണത് ഇവിടെ ഇല്ല. അത് ആശുപത്രിയിൽ ബോർഡും വെച്ച് കുറെ ആൾ ശമ്പളം. അതന്നെ ഒന്നും പറയണ്ട. അവിടെ കിടന്ന് വഴക്കാണ്. ഇല്ല ഇതല്ലേ. ശരി ശരി. ഡോക്സിസൈക്ലിൻ. പരീക്ഷ ഒക്കെ പഠിച്ച് പാസ്സായിട്ട് എന്താ കൊണ്ടുവരാണാവോ? എന്താ ഗിളുക്ക് പഞ്ഞിൻ്റെ തൊട്ട് നോക്കുക? കുറെ നേരമായല്ലോ. അതെ ഇത് തീർന്നിരിക്കയാണ്, വന്നിട്ടില്ല. ഏത്? ഡോക്സിസൈക്ലിനെ ഓർഡർ കൊടുത്തിട്ടുണ്ട്, വന്നിട്ടില്ല കേട്ടാ. പേര് കേൾക്കുമ്പോ ഇതൊന്നും ഇനിക്ക് പോയി പറയാനൊന്നും കിട്ടൂല. ഇവിടെ ഇപ്പൊ എന്താ ഉള്ളത്? ഇവിടെ പനിയുടെ മരുന്നുണ്ടോ? എന്താ ഇപ്പൊ ഇടക്കിടക്ക് ഇവിടെ ഒന്നുമില്ല, പറഞ്ഞോളൂ. ഇപ്പൊ നമുക്കുള്ള മരുന്ന് എന്തായാലുള്ളത്? അതിലെഴുതിയേക്കണ മരുന്ന് ഇവിടെ ഇല്ല. ഇല്ല, അത് ആ ബസ് സ്റ്റാൻഡിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഒരു മെഡിക്കൽ ഷോപ്പ് ഉണ്ട്, അവിടെ കിട്ടും. അവിടുന്ന് വാങ്ങിക്കോ. കായ് ഇവിടുന്ന് തരുമോ? അല്ല, കാശ് കൊടുത്ത് മേടിക്കണ്ടേ? കാശ് കൊടുത്ത് മേടിക്കാനുള്ള ഒരു ഇവിടെ വരണ്ട്. നിങ്ങളിപ്പോ ആർക്കും കൊടുക്കാൻ കണ്ടില്ല. 10 മരുന്ന് ആൾക്കാർ ഇപ്പൊ ഇവിടുന്ന് പോയില്ലേ? അതിപ്പോ ചോദിക്കുന്ന മരുന്ന് ഇവിടെ ഉണ്ടെങ്കിലല്ലേ ഏതെങ്കിലും ഒരു മരുന്ന് എനിക്ക് എടുത്തു കൊടുക്കാൻ പറ്റുമോ? ഒന്നാമത്തെ ഇതിപ്പോ ഡോക്ടറെ എഴുതിയതല്ലേ ഇപ്പൊ അവിടുന്ന്. അപ്പൊ ആ എഴുതിയത് എന്താ ഇവിടുത്തെ മരുന്ന് ഏതൊക്കെയാന്ന് മൂപ്പർക്ക് അറിഞ്ഞൂടെ? നിങ്ങൾ തമ്മിൽ ഒരു ബന്ധമില്ലേ? ഈ പൊന്ന് ചേട്ടാ, ഇവിടെ ഉള്ള മരുന്നല്ലേ തരാൻ പറ്റുള്ളൂ. ഇല്ലതേ കൊറേ ആൾക്കാർ ക്യൂ നിക്കാണ്. വിട്ടാ ശരിയാവൂല. വരുന്നവർക്കും ഇവിടെ മരുന്നില്ല പറഞ്ഞാല് അതൊന്ന് ചോദിക്കണല്ലോ. ചോദിച്ചിട്ട് വാ. കാര്യങ്ങൾ സമയമില്ല. ആശുപത്രി അതും പറഞ്ഞിട്ട് പനിയാണോ? സെപ്ട്രിൻ. അയ്യോ സെപ്ട്രിൻ ഇവിടെ ഇല്ല കേട്ടോ. സെപ്ട്രിൻ ഇവിടെ ഇല്ല. വേഗം പോയിക്കോ. എന്തെങ്കിലും എടുത്താ എന്തെങ്കിലും എടുത്ത് തരാൻ പറ്റില്ല. പനിച്ച് മരിക്കും ഞാൻ. അല്ലല്ല, എന്തെങ്കിലും എടുത്ത് തരാൻ പറ്റില്ല. വേഗം ചെല്ലാം, മെഡിക്കൽ ഷോപ്പിൽ കിട്ടും. പുറത്തുനിന്ന് മേടിക്കാൻ എത്ര പൈസ ഏകദേശം? പുറത്തുനിന്ന് മേടിക്കാൻ ഒരു 450 ഒക്കെ ആവും. 500 വന്ന് ഞാൻ ബാക്കി കൊണ്ടുതരാം. ഒന്ന് അങ്ങോട്ട് നടക്ക്. നിങ്ങൾ സമയമില്ലാത്ത നേരത്തെങ്കിൽ എന്താണ് ആ ക്യൂവിൽ പോയി നിൽക്കുന്നത്? ഇത്രയും പേര് ക്യൂ നിൽക്കുന്ന കാണാൻ പാടില്ലേ? അതിന്റെ ഇടയിൽ കൂടി ഓടി വന്നിരിക്കുക. ഇതേ നാളെ രാവിലെ വന്നോ? നാളെ രാവിലത്തേക്ക് ഞാൻ എടുത്തു വെക്കാം കേട്ടാ. ഉള്ളതല്ലേ പറഞ്ഞു. നാളെ രാവിലെ വരാന്ന് പറഞ്ഞില്ലേ? അതെ, ഒരു കാര്യം ഞാൻ പറയാം. ഈ ക്യൂവിൽ നിൽക്കുന്ന ആർക്കെങ്കിലും പാരസെറ്റമോളിന്റെ ഇഞ്ചക്ഷൻ വേണമെങ്കിൽ ഇവിടെ നിന്നാൽ മതി. ബാക്കി മരുന്നുകളൊന്നും തൽക്കാലത്തേക്ക് ഇവിടെ ഇല്ല. പോയിക്കോ. വേഗം പോയിക്കോ. ഇല്ല പറയട്ടോ. ശരി. ആരും നിക്കണ്ട.
നിങ്ങളെ കേൾക്ക ഒരാള് പറ. ഞാൻ പറയട്ടെ, ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ അങ്ങനൊക്കെ പറഞ്ഞോണ്ട് അവര് തർക്കിക്കണേ. അത് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ ഇവിടുത്തെ മുനിസിപ്പൽ കൗൺസിലർ അല്ലേ? അപ്പൊ ഇങ്ങളൊക്കെ ആയിട്ട് ആൾക്കാരായിട്ട് ഇവിടെ വന്നിട്ടൊരു അസുഖത്തിനൊരു മരുന്ന് ചോദിക്കുമ്പോ അത് എടുത്തു തരാൻ ഇവര് മരുന്ന് വെച്ചിട്ട് ആരാ എടുത്തു കൊടുക്കാത്ത എടുത്തു കൊടുക്കാത്തല്ല. ഇവിടെ മുതലില്ലടോ ചങ്ങായി, ഇവിടെ മുതലില്ല. നിങ്ങൾ കൗൺസിലറെ ആദ്യം നിങ്ങൾ മനസ്സിലാക്കി. നിങ്ങൾ ഭരിക്കണേ ഈ മുനിസിപ്പാലിറ്റിയിൽ ഇവിടെ മരുന്നില്ല. ഇവിടെ ഏത് മരുന്നല്ല, ഒരു കുറവില്ല. ആവശ്യമില്ലാത്ത പറഞ്ഞിട്ടാക്കാൻ മരുന്നിന് ഇവിടെ ഒരു കുറവില്ല. അത് ഇങ്ങക്കാവും, ഞങ്ങളെ പോലുള്ളവർക്ക് കിട്ടുന്നില്ല. അപ്പൊ ഇങ്ങക്ക് ഈ പറഞ്ഞമാതിരി ഇവിടെ ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ വേറെ സ്ഥലത്ത് അല്ലെങ്കിൽ ലണ്ടനിൽ അമേരിക്കയിലൊക്കെ ഇങ്ങക്ക് പോവാം. നിങ്ങൾക്ക് ഇപ്പൊ കാടുകാരിലാവും. നിങ്ങൾ വോട്ട് ചോദിക്കാൻ വരുമ്പോ അങ്ങനെ തൊഴുത്ത് പിടിച്ചിട്ട് ഇങ്ങനെ ചിരിച്ച് കാറ്റിട്ട് നിങ്ങൾ വോട്ട് വെച്ച് പോവും. ഇപ്പൊ ഞങ്ങൾ കാടുകാരനമാരി നിങ്ങൾക്ക് തോന്നും. അപ്പൊ അത് അവിടെ കിടക്കട്ടെ. നിങ്ങൾ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കുന്നുണ്ടോ ഇല്ല, അതാണ് ഞങ്ങൾക്ക് ശവായിട്ട് ആൾ പോകലു. അങ്ങനെയുള്ള വർത്താനങ്ങളൊന്നും വേണ്ട. ശവാവോ ഇല്ലെന്നുള്ളത് നമ്മളല്ല തീരുമാനിക്കണം, മേളിയിരിക്കുന്ന ആള് തീരുമാനിക്കും. അതെ, ആ മേലിലെ ആളെന്നെ ഞാൻ പറഞ്ഞു. ഏറ്റവും മികച്ച ഹോസ്പിറ്റലിന് അവാർഡ് മേടിച്ചു കൊടുത്ത ആളാണ്. ഞങ്ങൾക്ക് ഈ വരുന്നവർക്ക് ഒരു 3 അവാർഡ് വെച്ച് തന്നോളെ, ഞങ്ങൾ അസുഖം കൊണ്ട് മാറിക്കോളും. പറഞ്ഞ മരുന്ന് അവിടെ ഇല്ലെങ്കിൽ ഇവിടെ ഉള്ള മരുന്ന് മേടിച്ച് കഴിക്കുക. ചെങ്ങായി, ഞങ്ങൾ ഇവിടെ രാവിലെ വിശന്നിട്ട് ചായയും കടിയും കുടിക്കാൻ വന്നല്ല ഇവിടെ. ഇതില്ലെങ്കിൽ മറ്റു കഴിക്കാനായിട്ട് അസുഖത്തിനുള്ള മരുന്നാണ് ഞങ്ങൾക്ക് കിട്ടേണ്ടത്. 5-8 ദിവസമായി പണിക്ക് വന്നു. എന്ത് പണിയാ? ഹോട്ടലിലെ പണിയാണ് സാർ. അല്ലേലും പണിക്ക് പോകാറില്ല, എന്നാലും അല്ല കാര്യം പറഞ്ഞു. അപ്പൊ ഒന്ന് നിർത്തുക, അതെ നിർത്താം പറയാൻ വേണ്ടിട്ട്. അപ്പൊ ഈ ഡോക്ടർ പരിശോധിച്ചു. അപ്പൊ പറഞ്ഞു നിനക്ക് മൃഗങ്ങളായിട്ട് ബന്ധപ്പെട്ട ഒരു പനിയാണെന്ന് പറഞ്ഞു. ഈ ഏത് മൃഗമായിട്ടാണ് ഇടപഴകിയത്? ഞാൻ മൃഗങ്ങളായിട്ട് ഇടപെട്ടില്ല, പക്ഷെ മൃഗങ്ങളായിട്ട് ഇടപെട്ട പനി വരാലോ. അത് വെച്ചാൽ ഈ മൈദ കുഴച്ച് വെക്കുമല്ലോ. അപ്പൊ ആടാ എരിയുണ്ട്, മൊത്തം എരിയാന്ന് ഹോട്ടലില്ല. ആ, അപ്പൊ എരിന്ന് പകരാലോ. അതെ, നിങ്ങൾ അതിന് ഇത്ര 2 പൂച്ചയെ വാങ്ങിച്ച് വളർത്തിക്കൂടെ ഹോട്ടലില്? പൂച്ചയുടെ നായുണ്ട്, ഇടയ്ക്കൊരു പന്നിയും വന്ന് കയറും. ഞാൻ പറയട്ടെ, ഞാൻ ഇവിടെ അടുത്തൊരു കാര്യം പറയട്ടെ. ഞങ്ങൾ പെക്കണ്ട ആൾക്കാർ ഇവിടെ വന്നിട്ട് അവർക്കുള്ള മരുന്ന് കൊടുക്കാൻ ഈ ആശുപത്രിയിൽ ഇല്ല. അപ്പൊ നിങ്ങൾ അതിനുള്ളൊരു വഴി കാണോ ഇല്ലെന്നാണ് എന്റെ ചോദ്യം. നിങ്ങൾക്ക് ഗുളികയല്ലേ വേണ്ടത്? അതാ വേണ്ട. അതിന് തീരുമാനം ഉണ്ടാക്കാനാണ് സാർ അകത്തോട്ട് ചെല്ലണം. ഇതിന്റെ അണ്ണാക്കിലിട്ട് തുമ്മി ഇതിനൊക്കെ ഇടത്തിക്കളഞ്ഞാൽ എല്ലാവരും ചാവും. എന്റെ അണ്ണാക്ക് തുറക്കാതിരിക്കും. ഒന്ന് ആറമ്മ ഒന്ന് കണ്ടോട്ടെ, ആറമ്മയായിട്ടൊന്ന് സംസാരിച്ചോ. ആറമ്മോ മെഡിക്കൽ ഓഫീസറുമായിട്ടൊന്ന് സംസാരിക്കണം. അപ്പൊ ആറമ്മ പൂത്തി വെച്ചേക്കാ വരുന്നില്ലേ? അതിപ്പോ സംഗതി സംസാരിച്ചാലേ നമുക്ക് ഇല്ലാത്ത ഗുളികളൊക്കെ ഇവിടെ എത്തിക്കാൻ പറ്റുള്ളൂ. അടിയന്തരമായിട്ട് നമുക്ക് എത്തിക്കാം. മാറ്, അടിയന്തരത്തിന് മുമ്പായിട്ട് എത്തിക്കണം ആൾക്കാരുടെ. ഞങ്ങളല്ല മാറിക്കണ്ട്, നിങ്ങളാദ്യം മാറിപ്പോ. അത് തന്നെ മാറിപ്പോ അങ്ങോട്ട്. നിങ്ങൾ ഞങ്ങളെ മാറിപ്പോ മാറിക്കല്ലേ? ഇവിടെ വാഴ ഞങ്ങള് ഫോട്ടോ വെച്ചിട്ടാ ആ തട്ടി മറിച്ചിട്ട് പോവാണ് നായ്ക്കള്. ഇവിടെ മാത്രല്ല, ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റലും മരുന്നുകളില്ല. ആരോഗ്യമന്ത്രി വന്നാലും ഇനിയിപ്പോ ഇവിടുന്ന് പാരസെറ്റമോൾ അല്ലാതെ വേറെ കൊടുക്കാൻ വഴിയില്ല. അറിയിക്കേണ്ടവരൊക്കെ നമ്മൾ അറിയിച്ചിട്ടുണ്ട്, ബന്ധപ്പെട്ടവരൊക്കെ. അടുത്ത് വരുമെന്ന് കരുതുന്നു, വന്ന എല്ലാവർക്കും കൊടുക്കും. എന്താടോ സാറേ? പൗഡർ ഇല്ല. പൗഡർ ഇല്ല. ഇയാളിപ്പോ പൗഡർ ഇട്ടാ എന്താ, ഇട്ടില്ലെങ്കിൽ എന്താ? ഡെയിലി വാക്സിനുള്ള സീപ്പർ ജോലി ഇല്ല, ഇതിനിപ്പോ പൗഡർ ഒന്നും ഇട്ടോളന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. ബ്ലീച്ചിങ് പൗഡറിന്റെ കാര്യം സാറേ പറയണേ. ഞാനിങ്ങോട്ട് വന്നേ. ബ്ലീച്ചിങ് പൗഡർ കഴിഞ്ഞു സാറേ. എന്നിട്ട് താനെന്തോ അറിയിക്കേണ്ടവരെ അറിയിച്ചില്ലേ? അറിയിച്ചതാ, പക്ഷെ ആരും കൊണ്ടുവന്നിട്ടില്ല. അത് ആരും കണ്ടെത്തില്ല. അതിന് നീ ടെൻഷൻ അടിക്കണം എന്തിനാ? സ്വന്തം ശമ്പളത്തിന് കാശ് എടുത്തിട്ട് ബ്ലീച്ചിങ് പൗഡർ വാങ്ങാൻ സർക്കുലർ ഇറക്കിയിട്ടില്ലല്ലോ. പിന്നെന്താ, നയ്കള് പൊക്കോ. ഇവിടെ മഴക്കാല രോഗങ്ങൾക്ക് മരുന്ന് കിട്ടാണ്ട് ജനങ്ങൾ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. അതിലിടയ്ക്കാണ് ഇനി ബ്ലീച്ചിങ് പൗഡർ കൊടുത്തയച്ചിട്ട് ഇനി എപ്പ വരാനാ? എന്തേ നയള് ചെല്ല്. ഇത് ഇങ്ങനെ ആൾക്കാർ ബഹളം ഉണ്ടാക്കിയാൽ നമുക്ക് എന്ത് ചെയ്യാം? നമസ്കാരം സാർ. ഞാനേ അവിടെ മുനിസിപ്പാലിറ്റിയിൽ ഒന്ന് കൗൺസിലർ ഒന്ന് കാണാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. പ്രൊമോഷൻ വല്ലായോ? അയ്യോ പ്രൊമോഷനൊക്കെ ആയ നിങ്ങൾ നേതാക്കന്മാര് നേരത്തെ അറിയില്ലേ? അതൊന്നുമല്ല. പിന്നെ
ഇത് വേറൊരു കാര്യം. അതെ, ഇപ്പൊ അതിലും വലിയ പ്രശ്നത്തിലാണ്. എന്താ? ഈ ഒരു കണക്കിന് ഈ ആശുപത്രിക്ക് ഒരു നല്ല പേരുണ്ടാക്കി വെച്ചത് ഒരു അവാർഡ് മേടിച്ചാണ്. അതെ അതെ. ഇപ്പൊ ഭയങ്കര പ്രശ്നമായിട്ട് ഇരിക്കുകയാണ്. അയ്യോ, അങ്ങനെ പ്രശ്നം വരെ വഴിയില്ല. ഞാനൊരു 10-20 ദിവസം ലീവായിരുന്നു എന്നുള്ള കാര്യം. പക്ഷെ ഇവിടെ വർക്കിനൊന്നും ഒരു മുടക്കം വന്നിട്ടില്ല. ഇവിടെ വർക്ക് ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ. ഡോക്ടറും അവിടെ പരിശോധന നടന്ന കാര്യമുണ്ട്. ആൾക്കാർക്ക് കൊടുക്കാൻ ഗുളിക വേണ്ടേ? ഗുളിക എന്ത് ചെയ്ത് ഇവിടുത്തെ? ഓ, മരുന്ന്. മരുന്ന് ഞാൻ വേറെന്തോന്ന്. അത് ഇവിടെ മാത്രല്ല എന്റെ കൗൺസിലറെ, എല്ലാ ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലും മരുന്നില്ല. എന്താ സാറാ പറയണ? ആരോഗ്യ വകുപ്പ് മന്ത്രി പറഞ്ഞല്ലോ ആവശ്യത്തിന് മരുന്നും ഗുളികയും എല്ലാ ഹോസ്പിറ്റൽസിലും എത്തിച്ചേർന്നെന്ന്. നിങ്ങൾ രാഷ്ട്രീയക്കാർ ഈ ചോദ്യം എന്നോട് ചോദിക്കാവോ? ആരോഗ്യമന്ത്രി അങ്ങനെയല്ലേ പറയൂ? അങ്ങനെയല്ലേ അവർക്ക് പറയാൻ പറ്റൂ? ഒരു ഗവൺമെന്റ് ആശുപത്രിയിലും മഴക്കാല രോഗങ്ങൾക്കുള്ള മരുന്ന് എത്തിയിട്ടില്ല. വെറും പാരസെറ്റമോൾ മാത്രമേ ഉള്ളൂ. എന്തിനധികം പറയുന്നത്? ആരോഗ്യ പ്രവർത്തകർക്കും കുടുംബശ്രീക്കാർക്കും കൊടുക്കാനുള്ള പ്രതിരോധ മരുന്നായ ഡോക്സിസൈക്ലിൻ വരെ ഇവിടെ ഇല്ല. അതെ, അതിപ്പോ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഇവിടെ ഇപ്പൊ മരുന്ന് എത്തിക്കാൻ എന്താണ് വഴി? അത് സാറ് പറയും. ഇവിടെ ഇപ്പൊ കൃത്യമായിട്ട് മരുന്ന് എത്തണമെന്നുണ്ടെങ്കിൽ KMSCL വിചാരിക്കണം. അതാരാണ്? കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ലിമിറ്റഡ്. ആഹാ, ഇത് മറ്റേ പാർട്ടിയല്ലേ സാറേ? ഏത്? മറ്റേ കോവിഡ് വന്നപ്പോ ഗ്ലൗസിൽ അഴിമതി കാണിച്ച് കോടികൾ വെട്ടിച്ചില്ലേ? ആ ടീമാണല്ലേ. 5 രൂപയ്ക്ക് ആദ്യം സർക്കാർ ഗ്ലൗസ് വിൽക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അത് 7 ആയി. പിന്നെ അത് 12 കാലം വെട്ടിത്തിരുത്തിയിട്ട് ആ ടീം. അപ്പൊ മരുന്ന് അവര് മറച്ചു വിട്ടിട്ടുണ്ട്. ടെൻഡർ മാറ്റി അടിക്കും, ടെൻഡർ മാറ്റി ആയിരിക്കും. ഇത് അത് തന്നെ. അതിന്റെ MD പോയി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മരുന്ന് കൃത്യമായി എത്താൻ പറ്റും. MDയോ ഏത് തെണ്ടിയോ വേണമെങ്കിലും ഞങ്ങൾ കാണാം. ആളാരാണ്? ആരാണിപ്പത്? അത് സത്യശീലൻ എന്ന് പറഞ്ഞൊരു സാറാ. അപ്പൊ അത് ശരി. അയാളൊന്ന് വിളിക്കും. അല്ല, അയാളങ്ങനെ വിളിച്ചിട്ട് കാര്യമില്ല, നേരിട്ട് ചെല്ലണം. അതിപ്പോ നിങ്ങളിപ്പോ പോയാ അദ്ദേഹം കസേരയിൽ ഇരിക്കുന്നുണ്ടോ എന്ന് തന്നെ സംശയമാണ്. 6 മാസത്തിലിടയ്ക്ക് 4 പേരാണ് ആ സ്ഥാനത്ത് വന്ന് സ്ഥലം മാറ്റം കിട്ടിപ്പോയത്. അതെ, ഇന്ന് തന്നെ പോണം നമുക്ക്. ഇനിയിപ്പോ അയാൾ മാറി പോണതിന് നമുക്ക് അയാളെ പോയി കാണാം. അതെ, അയാളെ പോയി കണ്ടിട്ട് എത്രയും പെട്ടെന്ന് ആ മരുന്ന് ഇവിടെ എത്തിച്ച് കിട്ടിയാൽ ഇവിടെ വരുന്ന രോഗികളുടെ തെറിയിൽ നിന്നും ഞങ്ങൾക്കൊരു മോചനം ലഭിക്കും. അതെ, ഞങ്ങൾക്കും.